ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ വേൾഡ് കപ്പിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ആരംഭിക്കുകയായി. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോഴും ചർച്ചാ വിഷയമായിരിക്കുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവിലെ ഫോം, ആരാധകർ ഒരു ഭാഗത്ത്, സഞ്ജുവിനെ ഇഷ്ടമല്ലാത്തവർ മറുഭാഗത്ത്, ഇനി ഇതിലൊന്നും ഇല്ലാത്ത ഒരു ഭാഗം മറ്റൊരു സൈഡിൽ. അപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം സഞ്ജു തന്നെയാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അത്രയും ചർച്ചകളാണ് സഞ്ജുവിന്റെ പേരിൽ നടക്കുന്നത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനായിട്ടുള്ളത്, സഞ്ജുവിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ബാക്ക് ടു ബാക്ക് ഇപ്പോൾ ഒരു 5 മത്സരങ്ങൾ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തു. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സഞ്ജു ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ആളുകളുടെ ഒരു കാര്യങ്ങളും സഞ്ജു ഇപ്പം അത് ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരിക്കാം. പക്ഷേ എങ്കിലും മുഖവരൊക്കെ എടുക്കേണ്ട ഒരാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സഞ്ജുവിന് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജുവിൻ്റെ ആ ഫ്രണ്ട്സ് ബേസിലും ടോവിനോയും ഒക്കെ ആയിട്ട് ഒരു സായാഹ്നം ചെലവഴിക്കുക, ചില്ല് ചെയ്യുക. നിങ്ങൾക്ക് തിരിച്ച് പൂർവാധികം ശക്തിയോടെ വേൾഡ് കപ്പിലേക്ക് എത്താൻ പറ്റും. കാര്യം ഇത്രയേറെ മലയാളികൾ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഇത്രയേറെ നമ്മൾ ഇന്ത്യക്കാരുള്ളിടത്തുനിന്ന് വേൾഡ് കപ്പിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പറാണ് നിങ്ങൾ. അത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ കളിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ മൈൻഡ് കൂളാക്കി വെക്കുക. നിങ്ങൾക്ക് മനോഹരമായി തിരിച്ചു വരുവാനായിട്ട് സാധിക്കും. ഇനി വരുവാനായി സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്യൂച്ചർ ഒരുപാട് നിങ്ങൾക്ക് കിടപ്പുണ്ട്. ഇപ്പോൾ ഇതിൽ എന്താ പറയുക, ഒരിതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഇത്. പക്ഷെ ലോകകപ്പ് നമുക്ക് അത്രമാത്രം പ്രധാനപ്പെട്ട മത്സരം ആയതുകൊണ്ടാണ് എല്ലാവരും ഇത്രയേറെ വിമർശനങ്ങളും സഞ്ജുവിന്റെ ഈ ഔട്ട് ഓഫ് ഫോമിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുന്നേ തന്നെയും ഇത് ക്രിക്കറ്റിൽ ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറിന് സംഭവിച്ചിട്ടില്ലേ? മഹേന്ദ്ര സിംഗ് ധോണിക്ക് സംഭവിച്ചിട്ടില്ലേ? വിരാട് കോഹ്ലിക്ക് സംഭവിച്ചിട്ടില്ലേ? ഇപ്പോൾ അവരെല്ലാം ബാക്ക് ടു ബാക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഇനി സഞ്ജുവിന് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധോണി 2011 വേൾഡ് കപ്പ് എടുത്തപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ഫോമിന്റെ കേന്ദ്രമായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ റിസ്ക് എടുത്ത് വേൾഡ് കപ്പ് ഫൈനലിൽ വന്നതുകൊണ്ട് അത് ആ ഒരു പ്രധാനപ്പെട്ട വേൾഡ് കപ്പ് വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. സ്വർണ്ണ ലിപികളാൽ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ. എന്തുകൊണ്ട് സഞ്ജു സാംസണും അതുപോലെ സംഭവിക്കില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നു. അപ്പം സഞ്ജുവിനെ നമുക്ക് ഇഷ്ടമല്ലാത്ത മലയാളികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ വിമർശനങ്ങളും മലയാളികളും ബാക്കിയുള്ള ആളുകൾ എല്ലാവരും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടത്തൂ. ഇപ്പം സൂര്യയുടെ ഒരു വർഷത്തെ ഇന്നിങ്സ് നമ്മൾ എടുത്താൽ അദ്ദേഹം ഇപ്പോഴാണ് ഫോമിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അല്ലാതുള്ള ഒരു മത്സരമായിരുന്നു. വേൾഡ് കപ്പ് അടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ആളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു എന്താ പറയുക, നെഗറ്റീവ്സ് പറഞ്ഞൊരു മനുഷ്യനെ തകർക്കാനായിട്ട് മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ അയാൾ കളിച്ച അയാൾക്ക് ഒരു കഴിവില്ലാതെ അയാൾ വന്നു, അയാളെക്കാളും ഇതായിട്ടുള്ളവർ പുറത്തിരിക്കുന്നു. അങ്ങനെ എന്തായാലും ഒരു കഴിവില്ലാതെയും ഒരിതില്ലാതെ ഒരു മനുഷ്യനെ എടുത്ത് വേൾഡ് കപ്പ് ടീമിലേക്ക് വെക്കാൻ തക്ക മണ്ടന്മാരാണോ ഇന്ത്യൻ സെലക്ടേഴ്സ്? അപ്പോൾ എന്തായാലും അയാളുടെ കഴിവുകൊണ്ട് ഇത്രയേറെ അയാൾ വന്നു. അയാളുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനായി കൂടെ കൂടുകയല്ലാതെ അദ്ദേഹത്തിന്റെ പരാജയത്തിലും നമുക്ക് കൂടെ നിൽക്കാം. ഒരു മലയാളിയാണ്, കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറിലേക്ക് നിങ്ങൾ പോകൂ. അപ്പൊ ചോദിക്കും, എങ്കിൽ പിന്നെ ഞങ്ങൾ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് രാജ്യമാണ് വലുത്. ഇത് കാര്യങ്ങൾ ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ്. എങ്കിൽ ക്രിക്കറ്റ് മാത്രമല്ല, ഇന്ത്യയിൽ വേറെ പല സ്പോർട്സും ഉണ്ട്. ഇതിനെയൊക്കെ ക്യാപ്റ്റനും ഇതിലെയൊക്കെ പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ ഇത്രയേറെ ജനപ്രീതിയുള്ള ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ലെവലിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ്. അപ്പം ആ കഴിവ് അദ്ദേഹത്തിന് കൈമോശം വന്നിട്ടില്ല. അതിൽ എന്താ പറയാ, ഒരു രാത്രിക്ക് ഒരു പകലുണ്ട്. അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആണ്, അദ്ദേഹം തിരിച്ചു വരും എന്ന് നമുക്ക് ആശ്വസിക്കാം. നമുക്ക് ആ ഒരു പ്രത്യാശ വെക്കാം. അല്ലാതെ ഒരു കഴിവുമില്ലാത്ത ഒരു കളിക്ക് ഓടി വന്ന് ഇന്ത്യൻ ടീമിൽ കയറിയ ഒരു പ്ലെയർ അല്ല സഞ്ജു. അതെല്ലാവരും മനസ്സിലാക്കുക. വിമർശനം തുടർന്നുകൊണ്ടേയിരിക്കുക. വേൾഡ് കപ്പിലും നിങ്ങൾ വിമർശിക്കുക. അവിടെ ഒരു ഭാഗത്ത് ഓസ്ട്രേലിയ അവരുടെ എല്ലാ വട്ടവും വേൾഡ് കപ്പ് എത്തുമ്പോൾ ഉള്ള ആക്ടിങ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഇനി നമ്മുടെ വിമർശകരും നടത്തുക. എന്തായാലും വളരെ മനോഹരമായ ഒരു വേൾഡ് കപ്പ് തന്നെ നടക്കട്ടെ. കപ്പ് ലാസ്റ്റ് നമ്മൾ തന്നെ എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.